ഗൈസ്, എ ഡിസ്ക്ലൈമർ. ഇതൊരു ഫണ്ണിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു സ്റ്റോറിയാണ്. ഇത് നിങ്ങൾ അധികമൊന്നും പ്രതീക്ഷിക്കരുത്. ചിലപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതെന്താ തേങ്ങാടി കാണിച്ചു വെച്ചിരിക്കുന്നത്, സ്വാഭാവികം. അതുമല്ല, ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും എന്നെ കല്ല് പെറുക്കിയറിയാൻ, അതും സ്വാഭാവികം. പക്ഷെ അങ്ങനെ ഒന്നും ചെയ്യരുത്. അറിവില്ല പൈതലിനൊരു കയ്യപ്പത് സംഭവിച്ചതെന്ന് വെച്ച് നിങ്ങൾ അങ്ങോട്ട് ക്ഷമിക്കണം. നീ ആരെയും നോക്കുന്നത്? എന്റെ അടുത്തമ്മമാരാണോ? അവരത് അപ്പുറത്തും കിട്ടോ? ഓ, ഞാനാണ് അവരൊന്നല്ല നോക്കുന്നത്. പിന്നെ ആരാ? നല്ല ഏട്ടന്മാരായിരിക്കുമല്ലേ? അവന്മാർ നല്ല കുഞ്ഞാട്ടൻ്റെ അടുത്തുണ്ട്. ഓ, ഞാൻ അവരെയല്ല നോക്കുന്നത്. പിന്നെ ആരാ? ഓ, നല്ല ബെസ്റ്റി ചാരു, അവളവിടെ റെഡിയാവുന്ന. ഞാൻ അവരാരെയല്ല നോക്കുന്നത്. പിന്നെ നീ ആരെയും കഷ്ടപ്പെട്ട് ഏന്തി വലിഞ്ഞു നോക്കുന്നത്? അത് എന്റെ പ്രാണനായകനെ. പ്രാണനായകനോ? നല്ല പറഞ്ഞിട്ട് അങ്ങനെ കിടന്ന പ്രാണം എടുക്കും. ആരാര്? എന്റെ കണ്ണേട്ടൻ. കണ്ണേട്ടനോ? അതാര്? അതാരാന്നറിയണമെങ്കിൽ കുറച്ച് വർഷം, ചുരുക്കി പറഞ്ഞ ഒരു വർഷം പിറകിലോട്ട് പോണം. കൃഷ്ണദാസ് എന്നല്ലായിരുന്നോ പേര് പറഞ്ഞിരിക്കുന്നത്? അശോകൻ എന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ അനിയനല്ല ആള്, എന്റെ കൂടെ പഠിച്ചതാ. അങ്ങനെ അവൻ എനിക്കറിയാം. അപ്പളാ പറഞ്ഞത് നിങ്ങളെ മോൻക്ക് എന്റെ മോളെ ഒന്ന് ആലോചിച്ചാൽ കൊള്ളാന്നുള്ളത്. അതെ, അശോകന് ഇവരോട് കഴിച്ച് കണ്ടപ്പോ പറഞ്ഞത്. ഇവനും പുറത്തു വെച്ച് കണ്ടപ്പോൾ മോളോട് ഇഷ്ടം ഉണ്ടായിരുന്നു. അതൊക്കെ ആയിക്കോട്ടെ, എന്നാലും കാര്യങ്ങൾ പറയേണ്ടി ഞങ്ങളുടെ ഒരു മാന്യത ആണല്ലോ, അതുകൊണ്ട് പറയാം. ഞങ്ങൾ നിങ്ങളെപ്പോലെ വലിയ ബിസിനസ്സുകാരൊന്നല്ല, കച്ചവടം തന്നെയാണ് പ്രധാനം. പക്ഷെ ബേക്കറിയാ, 2-3 ബേക്കറികൾ ഉണ്ട്. എന്നാലും നിങ്ങൾ അത്ര വലിയ ബിസിനസ്സിലേക്ക് ഒന്നും പോകൂല. എനിക്ക് 4 മക്കളാണുള്ളത്. മൂത്തവൻ മോനാണ്, അവനിവിടെ ഇല്ല, പുറത്തേക്ക് പോയതാ. രണ്ടാമത്തവൾക്ക് വേണ്ട നിങ്ങൾ ചോദിച്ചു വന്നത്, അതാണ് ചിത്ര. അവള് കുക്കിങ്ങിനോടാ താല്പര്യം. അതുകൊണ്ട് തന്നെ ബേക്കറിയിലേക്ക് വേണ്ടി ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കലാണ് ആളുടെ പ്രധാന ഹോബി. മൂന്നാമത്തവള് ചാന്ദിനി, അവള് മ്യൂസിക് ടീച്ചറാണ്. 4-മത്തവളാണ് ചാരുവി. ഓ, ആ ചാരി നിൽക്കുന്നതാണോ ചാരുവി? എന്നോട് ഞാനൊരു 10,000 വട്ടം പറഞ്ഞു അസ്ഥാനത്ത് ഒരു കോമഡി പറയരുതെന്ന്. സോറി. മോ വന്നല്ലോ. ഇതാണ് ചിറാഗ്. ചിറകല്ല, ചിറാഗ്. നല്ല പേര്, കടിച്ചാ പൊട്ടാത്ത പേര്. അന്ന് അങ്ങേരാ ചിറകും വിടർത്തി വന്നത് എന്റെ ഹൃദയത്തിലേക്കാ. ഓഹോ, എന്നിട്ടെന്താ? പിന്നെ ഞാൻ അങ്ങേരെ കാണുന്നത് അനിയേട്ടന്റെ ചിത്രച്ചിന്റെ കല്യാണത്തിന് നിന്നാ. ചിറകല്ല, ചിറാഗ്. നീ ഒരു കാര്യം ചെയ്ത്, നീ എന്നെ കണ്ണെന്ന് വിളിച്ചാ മതി. ഓ, അപ്പൊ ഈ കടിച്ചാ പൊട്ടാത്ത പേരുള്ളവർക്ക് ഇടുന്ന ചെല്ലപ്പേരായിക്കൂലെ ഈ കണ്ണൻ, കുട്ടൻ, അപ്പൂന്നൊക്കെ? അതൊന്നും എനിക്കറിയില്ല, നീ എന്നെ കണ്ണെന്ന് വിളിച്ചാ മതി. കണ്ണേട്ടന് ഇഷ്ടം അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ വിളിക്കാം. കണ്ണേട്ടന് നാരങ്ങ മിഠായി ഇഷ്ടാണോ? മോളെ എങ്ങോട്ടേക്ക് ഗൂഗിൾ മാപ്പ് ഇട്ട് വരുന്നതെന്ന് മനസ്സിലായി. പക്ഷെ ആ റൂട്ട് മാറ്റി വിട്ടേക്ക്. നിന്റെ ആ അടവൊന്നും കൂടെ ഇരിക്കൂല, ഒന്ന് പൊടി. അപ്പൊ ആരംഭത്തിൽ തന്നെ അപമാനിച്ചു വിട്ടോന്നോ? പിന്നെ അങ്ങോട്ടേക്ക് അപമാനത്തിന്റെ ഘോഷയാത്രയായിരുന്നു. പക്ഷെ അതുകൊണ്ടൊന്നും ഞാൻ തോറ്റു കൊടുക്കില്ല. പിന്നത്തെ എന്റെ അടുത്ത പ്ലാൻ ആയിരുന്നു എങ്ങനെയെങ്കിലും അഖിലേട്ടനും ചാന്ദിനേച്ചനും കൂടി കല്യാണം കഴിപ്പിക്കണം എന്നുള്ളത്. അങ്ങനെ ആകുമ്പോൾ ഞങ്ങളുടെ ബന്ധം ഒന്നും കൂടി സ്ട്രോങ് ആവല്ലോ. അവസാനം എന്റെ പരിശ്രമം ഏറ്റു, ആ കല്യാണവും നടന്നു. പിന്നീട് അങ്ങനെ ഞാൻ കാണുന്നതേ അവരുടെ കല്യാണത്തിനായിരുന്നു. എക്സ്ക്യൂസ് മീ മിസ്റ്റർ കന്ദസ്വാമി, ഒരു കോഫി കുടിപ്പാൻ come with me. ഹോട്ടാക്കുളാനിയെ തൊട്ടുപാട്. നിന്റെ അണ്ണാൻകുട്ടനെ മറ്റേ മുഖമല്ലോ, ഞാനത് ഇടിച്ച് നിരപ്പാക്കും. കുറെ നേരം ഇവിടെ കളിക്കാൻ തുടങ്ങിയിട്ട്. നിന്റെ ചാട്ടം കടന്നു എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അത് നിന്റെ കൈ തന്നെ വെച്ചോ. ഓ, അപ്പൊ അതും തേഞ്ഞു. ഓ, അപ്പൊ ആ പ്ലെയിനും 3G ആയതുകൊണ്ടായിരിക്കും നീ നിന്നെ ചാരുവിനെ നിന്റെ കുഞ്ഞേട്ടനോട് കല്യാണം നോക്കിയത്. അതും നല്ലടി. ചിത്രേച്ചിന്റെ അനിയേട്ടന്റെ കല്യാണ സമയത്താണ് ഞാനും ചാരും നല്ല സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. നല്ല വൈബ് ഞങ്ങൾ തമ്മിലുള്ളത്. അപ്പൊ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അവളെ കുഞ്ഞേട്ടന് വേണ്ടി നോക്കിയാലോ എന്നുള്ളത്. പക്ഷെ അതിന് തടസ്സമായി നിൽക്കുന്നത് അവളെ നടുക്കത്തെ ചേച്ചിയും എന്റെ ഒടുക്കത്തെ ഏട്ടനുമായിരുന്നു. അതോടുകൂടി ആ നടുക്കത്തിന്റെ ഒടുക്കത്തിന്റെ കല്യാണം നടത്തിയോടുകൂടി ആ തടസ്സം അങ്ങോട്ട് മാറിക്കിട്ടി. പിന്നെ സംസാരത്തിൽ എനിക്ക് അറിയാൻ പറ്റി അവക്കും എന്റെ കുഞ്ഞേട്ടനോട് ചെറിയൊരു താല്പര്യം ഉണ്ടെന്നത്. അപ്പൊ പിന്നെ എന്തുകൊണ്ട് ഞാൻ ഈ കല്യാണം വേണ്ടാൻ നിൽക്കണം? അതുകൊണ്ടാണ് ഈ കല്യാണം നടന്നത്. പക്ഷെ അതും എനിക്കൊരു ഉപകാരമായി. ഇപ്പൊ ഞങ്ങളുടെ ബന്ധം ഒന്നും കൂടി ദൃഢമായി.
ഓ അൻവി നീയുടെ കമന്ററിയും പറഞ്ഞ് നിൽക്കാണ്. ആങ്ങളമാർക്കുള്ള ആ ഒരു പെങ്ങൾ എന്നിട്ട് അവളോട് വായ നോക്കി നിൽക്കുക. അങ്ങോട്ട് ചെല്ലടി, അവരെ അന്വേഷിക്കുന്നതാ. ചിത്തേച്ചി, നമ്മൾ ഈ കല്യാണം നടത്താൻ തന്നെ തീരുമാനിച്ചത്. ഇത് മുടക്കാതൊന്നും ചെയ്യുന്നില്ലേ? ചിന്നു നോക്ക്, ഇനി സമയമില്ല. കല്യാണത്തിന് കുറച്ച് സമയം കൂടി ഉള്ളൂ. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാനാണ്? അത് വിചാരിച്ചിട്ട് അവളുടെ ലൈഫ് നമ്മളെ പോലെ തീർന്നോട്ടാനാണോ? എടി, ചിലപ്പോ അവരെ പോലെ ആയിരിക്കില്ല അജു. അവൻ ചിലപ്പോ അങ്ങനൊന്നും അല്ലെങ്കിലോ. അത് മാത്രമല്ല, അവൾ എത്ര ഹാപ്പിയാണ് നോക്ക് നീ. ചേച്ചി, ഇതുപോലെ നമ്മൾ നമ്മുടെ കല്യാണത്തിന് ഹാപ്പി ആയിരുന്നു. കല്യാണം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. ഇനി അവളെ ലൈഫ് ഇതുപോലെ തീരണോ? പക്ഷെ എടി, നമ്മൾ എന്ത് ചെയ്യാനാണ്? അച്ഛനോട് ഞാൻ പലവട്ടം പറയാൻ ശ്രമിച്ചതാ, പക്ഷെ പല കാരണം കൊണ്ട് പറയാൻ പറ്റാതായിപ്പോയി. എനിക്ക് തോന്നുന്നില്ല ചേച്ചി, എനിക്കെന്തോ പേടിയാവുന്നുണ്ട്. നമ്മളെ പോലെ തന്നെ അവളെ ലൈഫ് തീരാൻ പോവാണെന്നൊരു പേടി. നീ അങ്ങനെ വേണ്ടാത്തൊന്നും ചിന്തിക്കണ്ട. എനിക്ക് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്, അജു അവരെ പോലെ ആയിരിക്കില്ല. അവൻ നല്ലവനാ. നമ്മൾ അവനെ കണ്ടതല്ലേ, നമ്മൾ അവരെയും കല്യാണത്തിന് മുന്നേ കണ്ടതന്നല്ലേ. അവരും ആൾക്കാരോട് നല്ലപോലെ തന്നെയല്ലേ. നമ്മുടെ അടുത്ത് മാത്രമല്ലേ എങ്ങനെ ഉള്ളൂ. അതെനിക്കറിയാം. എന്നാലും എൻ്റെ മനസ്സ് പറയുന്നത് അങ്ങനൊന്നും ആയിരിക്കില്ല എന്നാണ്. അങ്ങനൊന്നും ആവാതിരിക്കട്ടെ. മോളെ, മൂക്ക് വീടൊക്കെ ഇഷ്ടായോ? ആ അമ്മേ, എനിക്ക് ഇവിടൊക്കെ ഇഷ്ടമായി. ഞങ്ങളൊന്നും പിന്നെ മൂക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. അതൊന്നും ആവശ്യമൊന്നുമില്ല. അൻവി, മോളെ ചെന്ന് റൂമിലേക്കാക്ക. മോളെന്നാ പോയി കിടന്നോ, അവനിപ്പം അങ്ങോട്ട് വരും. ദീദി, അങ്ങനെ നീ എൻ്റെ ഏട്ടൻ്റെ ഭാര്യ സത്യമായിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം തടി. സന്തോഷമാണല്ലോ. ഏട്ടൻ്റെ ഭാര്യ അതുണ്ടെന്നല്ലോ. നിനക്കിപ്പോൾ എൻ്റെ ഏട്ടനെ വായിക്കാൻ കുറച്ചും കൂടി ഈസി ആയല്ലോ. അങ്ങനെയും പറയാം. എന്നാലും സന്തോഷം. നമ്മൾ ഒരേ വീട്ടിൽ അടിപൊളി. പിന്നെ നമ്മുടെ സ്വഭാവം അറിയുന്നോട് ഞാൻ പറയാം, ആക്രാന്തൊന്നും കാണിക്കരുത്. പൊടിയായിരുന്നു. അങ്ങോട്ട് കയറിക്കും. അതാ റൂമ്. പാലൊറ്റക്ക് വലിച്ചു കയറ്റരുത്, ഏട്ടനും കൊടുക്കണം. ചാരുവി കാത്തുനിന്ന് മുഷിഞ്ഞോ? ഇല്ല, ഞാൻ ഇപ്പം കുറച്ചു മുന്നേ വന്നിട്ടുള്ളൂ. എന്നാ പിന്നെ കല്യാണത്തിന്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവല്ലോ അല്ലേ? ചാരുവി എന്നാ കിടന്നു. കിടക്കാനോ? എനിക്ക് കുറച്ച് വർക്കുണ്ട്. ഞാൻ പുറത്തു പോയിട്ട് അതൊക്കെ ചെയ്തിട്ട് വരാം. നിന്റെ അണ്ണ ഇങ്ങോട്ട് കിടക്കാൻ പറഞ്ഞു. പിന്നെ കിടക്കാനല്ലാതെ വേറെ എന്താടി പറയാ? അത് തുടക്കം തന്നെ അവന് നീ ഒന്ന് വിളിച്ചു നിൽക്കണം. ഫോൺ വെക്കടി. എടി പോത്തില്ല, എന്നോട് ഉറങ്ങിക്കോളാൻ പറഞ്ഞു. ഉറങ്ങാനോ? അതങ്ങനെ വേറെ വഴിയില്ലല്ലോ. നീ എന്തൊക്കെയോ തള്ളി മറച്ചിട്ടുണ്ടോ നിന്റെ ആട്ടിനെ കുറിച്ചിട്ട്? അത് അങ്ങനൊക്കെ തന്നെ ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇങ്ങനെ വന്നു. എടി, ചിലപ്പോ നിനക്ക് ക്ഷീണം വല്ലതും കാണിച്ച് ഏട്ടനെ ഉറങ്ങാൻ പറഞ്ഞിരിക്കും. എടി, അങ്ങനെ അതും പറഞ്ഞ ലാപ്ടോപ്പ് എടുത്ത് പോയി. പൊട്ടൻ. എടി, എനിക്ക് തോന്നുന്നതേ ചിലപ്പോ ഈ മറ്റേ ഷഷ്ടി പൂർത്തി കഴിഞ്ഞിട്ടൊക്കെ ഇതിലേക്കൊക്കെ കടക്കലുണ്ടാവുള്ളൂ. ഷഷ്ടി പൂർത്തിയോ? എടി, ഷഷ്ടി പൂർത്തി കഴിഞ്ഞിട്ട് പിന്നെ എന്തിനാ? എടി, അതല്ലടി, മറ്റേ ഷഷ്ടി പൂർത്തി ഞാൻ പറയാ. എടി, നീ സിനിമ കണ്ടിട്ടില്ലേ? മറ്റേ എന്തൊക്കെ നോക്കിയിട്ടൊക്കെ അല്ലേ ഇതിലേക്ക് കടക്കുള്ളൂ. ശാന്തി മുഹൂർത്തം. അതന്നെ ആ സാധനം. ചിലപ്പോ അങ്ങനൊക്കെ ഉണ്ടാവും. നിങ്ങളിവിടെ അങ്ങനൊക്കെ ഉണ്ടോ? ഞങ്ങളോട് അങ്ങനെ ഉണ്ടോന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ചിലപ്പോ ഉണ്ടാവുമായിരിക്കും. എനിക്കിനെ പറ്റിയില്ല, ഞാനൊന്നും ഇല്ലല്ലോ. അതായിരിക്കും ഏട്ടൻ ഞാൻ പോയിട്ടുണ്ടാവുക. ഇനിയിപ്പോ അത് വെച്ച് സമാധാനിക്കാം. എന്തായാലും ഞാൻ ഇറങ്ങട്ടെ, നീ ഫോൺ വെക്ക്. എന്ത് പറ്റും വല്ലയ്യ? വല്ലാത്തൊരവസ്ഥയിലാണല്ലോ. എന്തോ പോയി അണ്ണാനെ പോലുള്ള ഇരുത്തൊക്കെ. നിന്റെ ആക്രാന്ത പോലെ തന്നെ ഇന്നലൊന്നും നടന്നില്ലല്ലേ? ഒന്ന് പൂടി കിടന്നു. എന്നാലും ഈ ശാന്തി മുഹൂർത്തത്തിനെ കുറിച്ച് ഞാൻ എന്തുകൊണ്ട് നേരത്തെ അറിഞ്ഞില്ല? ചാരു, നീ എഴുന്നേറ്റോ? എന്നാ നമുക്ക് ചായ കുടിക്കാം. എടി, നിന്റെ ചേച്ചിമാരോട് ചോദിച്ചു നോക്ക് ശാന്തി മുഹൂർത്തത്തിനെ കുറിച്ച്. അവരെ കല്യാണം അവരോട് കഴിഞ്ഞതല്ലേ? ഇതൊക്കെ ഞാനിങ്ങനെ ചോദിക്കാം, വായോണ്ട് ചോദിക്കാൻ നോക്കടി. അതെ, എനിക്ക് നിങ്ങളോടുള്ള കാര്യം ചോദിക്കണ്ടായിരുന്നു. ചോദിച്ചു. എന്താ? എടി, ഞാൻ ചോദിക്കണോ? ഒരു മാർക്ക് ഞാൻ ചോദിച്ചോണ്ട്. അത് ചേച്ചിമാരെ, നിങ്ങൾ ശാന്തി മുഹൂർത്തം എപ്പോഴായിരുന്നു? എന്ത് മുഹൂർത്തം? ശാന്തി മുഹൂർത്തം അല്ലേ? കല്യാണം കഴിഞ്ഞിട്ട് അങ്ങനെ സംഭവം ഉണ്ടല്ലോ, അത് ചോദിച്ചതായിരുന്നു.
നീ എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം? നിന്നോട് അജു എല്ലാം പറഞ്ഞോ? ആ എന്നോട് കിടന്നോളാൻ പറഞ്ഞു. പിന്നെ ലാപ്ടോപ്പ് എടുത്ത് പോവാൻ നേരത്തെ എന്തോന്ന് പറഞ്ഞു. ആ ടേക്ക് യുവർ ടൈം. ഓ ചേച്ചി അവളും പെട്ടു. എന്താ എന്താ കാര്യം? മോളെ, സത്യമായിട്ടും അവനും ഇങ്ങനൊരു പ്രശ്നം ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ചിലപ്പം അതാവൊന്നുമില്ല. നിങ്ങൾ എന്താ കാര്യം എന്ന് വെച്ച് തെളിച്ച് പറ. അത് പിന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് അനിയട്ടൻ ചിത്ര കുറെ നേരമായോ കാത്തു നിൽക്കുന്നു? ഇല്ല, ഞാനിപ്പോ വന്നിട്ടുള്ളൂ. വീടൊക്കെ ഇഷ്ടായോ? അമ്മനൊക്കെ പരിചയപ്പെട്ടോ? ആ, ഇഷ്ടായി. അമ്മ നല്ല ഫ്രണ്ട്ലിയാണ്. ആ, അമ്മയച്ഛനൊക്കെ നല്ല ഫ്രണ്ട്ലി തന്നെയാണ്. ചിത്രനെ വീട്ടിൽ നിന്ന് എന്താ വിളിക്കാറ്? ചിത്തുന്നാണ്. ആ, എന്നെ ഇവിടെ എല്ലാവരും അനിയെന്നാ വിളിക്കാറ്. ചിത്രനെ അനിയേട്ടാന്ന് വിളിച്ചാൽ മതി. പിന്നെ കല്യാണത്തിന്റെ ക്ഷീണം കാണല്ലോ അല്ലേ? എന്നാ കിടന്നോ. പിന്നെ എനിക്ക് ഓഫീസിൽ ചെറിയൊരു വർക്ക് ചെയ്ത് തീർക്കണ്ട്. കല്യാണമൊക്കെ ആയിട്ട് കുറെ ലീവായിരുന്നല്ലോ, അപ്പം ഒരു പെൻഡിങ് വർക്ക് ഉണ്ട്. പിന്നെ ടേക്ക് യുവർ ടൈം. എന്താണ്? ടേക്ക് യുവർ ടൈം. ഓക്കെ എന്നാ, ഗുഡ് നൈറ്റ്. അതും പറഞ്ഞ് അന്ന് പോയതാ. വർഷം ഇപ്പൊ 1 കഴിഞ്ഞു. ഇപ്പോഴും ടൈം കഴിഞ്ഞില്ല എന്നാ തോന്നുന്നത്. അപ്പൊ കുഞ്ഞേച്ചിൻ്റെതോ? എന്റേത് ഏറെക്കുറെ ഇങ്ങനൊക്കെ തന്നെ ആയിരുന്നു. ചാന്ദിനി നല്ല പേരാണ് കേട്ടോ. താങ്ക് യു. പിന്നെ അന്ന് ഏർത്തിമനെ കാണാൻ വന്ന സമയത്തെ നമ്മൾ ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇതിൽ വരുന്നു അന്നൊട്ടും പ്രതീക്ഷിച്ചില്ല. ആ, ഞാനും പ്രതീക്ഷിച്ചില്ല. പിന്നെ അൻവിയും തൻ്റെ സിസ്റ്റർ ഉണ്ടല്ലോ ചാരുവിയും, അവർ നല്ല കമ്പനി ആയിരുന്നല്ലോ. അങ്ങനെ പിന്നെ അൻവിയായിരുന്നു ഈ കാര്യം വീട്ടിൽ സംസാരിച്ചത്. ആ, അൻവി തന്നെയായിരുന്നു എൻ്റെ വീട്ടിൽ വന്ന് സംസാരിച്ചിരുന്നത്. ആ, കല്യാണം പെട്ടെന്നായിരുന്നല്ലോ അല്ലേ? നമുക്ക് പരിചയപ്പെടാൻ കുറച്ച് സമയം വേണ്ടി വരുമല്ലോ അല്ലേ? എന്നാ പിന്നെ താൻ കിടന്നോ. എനിക്ക് ഓഫീസിൽ ചെറിയൊരു വർക്ക് ചെയ്യാനുണ്ട്. ടേക്ക് യുവർ ടൈം. ഗുഡ് നൈറ്റ്. 6 മാസം കഴിഞ്ഞ് ഇപ്പോഴും ടേക്ക് യുവർ ടൈമിൽ തന്നെ ഞാനുള്ളത്. എന്നാലും എന്റെ ഏട്ടന്മാർ ഇത്ര വലിയ മണ്ടന്മാരായിരുന്നു. അല്ല, എന്താ ടേക്ക് യുവർ ടൈം? അതെന്താന്ന് ഞങ്ങൾക്കും അറിയില്ല. സത്യം പറഞ്ഞാൽ ഇവക്കും ഇങ്ങനെ പ്രശ്നമുള്ള കാര്യമൊന്നും എനിക്കറിയില്ലായിരുന്നു. നിന്റെ കല്യാണത്തിന് കുറച്ച് മുന്നാണ് എന്തോ സംസാരത്തിനിടക്ക് ഇത് അവള് പറഞ്ഞത്. അങ്ങനെയാണ് ഞങ്ങൾ അറിഞ്ഞത് രണ്ടാളും ഇതേ അവസ്ഥയിൽ തന്നെയാന്നുള്ളത്. അച്ഛനോട് കല്യാണത്തിന് മുന്നേ പറയണമെന്ന് വിചാരിച്ച, നിന്റെ അടുത്തും പറയണമെന്ന് വിചാരിച്ച, പക്ഷെ നടന്നില്ല. പിന്നെ ഞങ്ങളും വിചാരിച്ചു അജു അങ്ങനെ ആയിരിക്കില്ല എന്നുള്ളത്. പക്ഷെ ഇപ്പൊ ഈ ടേക്ക് യുവർ ടൈം കേട്ടിട്ട് ഞങ്ങൾക്ക് തോന്നുന്നത് അവനും അങ്ങനെ തന്നെയാന്ന്. എന്നാലും ഇത്ര കാര്യം നിങ്ങളൊന്നും ആരടുത്ത് പറയാതെ നിന്നത്? ഇതെന്ത് പറയാനാണ്? ഇതൊക്കെ തന്നെ അല്ലെങ്കിൽ ആരെങ്കിലും ഡിസ്കസ് ചെയ്യും. അതുകൊണ്ടാണ് ഞങ്ങൾ പോലും പരസ്പരം പോലും അറിയാതായത്. എന്റെ ബലമായ സംശയം അവരിനി വല്ല വ്രതം എടുത്ത് കാണൂ. ഐ മീൻ എന്റെ ഏട്ടന്മാരതിനെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് തോന്നരുത്. പക്ഷെ എനിക്ക് പറഞ്ഞു കേട്ടോടത്തോളം ചിലപ്പോൾ കല്യാണം നടക്കാൻ വേണ്ടി വല്ല വ്രതം കാണും എടുത്തിട്ടുണ്ടെങ്കിലോ? അങ്ങനെ കല്യാണം നടക്കാൻ വേണ്ടി വ്രതം എടുക്കാൻ അത്രയും പെണ്ണിട്ടാത്തമാരായിരുന്നു എന്റെ ഏട്ടന്മാര്. തലക്ക് വെളിവുള്ള ആരെങ്കിലും അവന്മാരെ കെട്ടുമോ? നിങ്ങൾക്ക് അതില്ലാത്തവരല്ലേ നിങ്ങൾ കെട്ടിയത്. നല്ല അഭിപ്രായമാണ് സ്വന്തം ഏട്ടന്മാരെ പറ്റിയിട്ട്. എനിക്ക് അതിനെക്കുറിച്ച് അഭിപ്രായമൊക്കെ തന്നെ ഉള്ളൂ. പക്ഷേ ഒരു വ്രതം എന്നൊക്കെ പറഞ്ഞ ഒരു കൊല്ലൊക്കെ വ്രതം ഉണ്ടാവുമോ? എൻ്റെ കല്യാണം 1 കൊല്ലായി, എൻ്റെത് വേണ്ട 6 മാസമായി. എന്തായാലും നിങ്ങൾ പറഞ്ഞ മാതിരി എന്തോ ഇതിൻ്റെ പിന്നിലൊരു റീസൺ ഉണ്ട്. അതെന്താന്ന് കണ്ടുപിടിക്കണം. ആദ്യം ഇവള് പറഞ്ഞ മാതിരി അതൊരു വ്രതം തന്നെ ആണോ എന്ന് കണ്ടുപിടിക്കണം. അതെ, അതെല്ലാന്നുണ്ടെങ്കിൽ അപ്പൊ പിന്നെ വേറെന്തോ ഒരു സോളിഡ് റീസൺ ഉണ്ടാവും. അത് കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് ഈ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുള്ളൂ. എന്തായാലും ഈ പ്രശ്നത്തിൽ നിങ്ങളെ കൂടെ എന്തിനും ഏതിനും ഞാനുണ്ടാവും. പിന്നെ ഒരു പാലട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ. നീപ്പെട്ടൊരു പാലത്തിൻ്റെതാണ് ഞങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഇനി ഇതിൽ കൂടുതൽ എന്തോ പാലിടാനാടി? അങ്ങനല്ല, എൻ്റെ ഏട്ടൻ മാത്രമല്ല പ്രശ്നക്കാരൊന്നുമല്ല. എന്തോ ഷോർട്ട് സർക്യൂട്ട് ഏറ്റതാണ്. അത് ഞാൻ ശരിയാക്കി തരാം. ഞാൻ പറഞ്ഞു വന്നത് മനസ്സിലായി എന്താന്നുള്ളത്. അത് നോക്കട്ടെ, ആദ്യം ഈ കാര്യം ശരിയാക്ക്, എന്നിട്ട് അത് നോക്കാം. അതെ, അങ്ങനൊരു വ്രതമൊന്നുമില്ല. ഞാൻ അമ്മനോടെ ഐഡിയ കൂടെ ചോദിച്ചറിഞ്ഞപ്പോൾ മനസ്സിലാക്കിയത് അങ്ങനൊരു സംഭവമൊന്നും ഇല്ല എന്നുള്ളത്. അപ്പൊ പിന്നെ അവർക്ക് ഞങ്ങളെ താല്പര്യമില്ലാത്തതുകൊണ്ടായിരിക്കൂലേ
ഞങ്ങളുടെ തന്നെ അകൽച്ച വെക്കുന്നത്? താല്പര്യമില്ലെങ്കിൽ താല്പര്യമില്ലാന്ന് ആദ്യം പറഞ്ഞോളൂ. കല്യാണം കഴിയാൻ ആർക്കാനായിരുന്നു? നമ്മളവരെ നിർബന്ധിച്ചതൊന്നുമില്ലല്ലോ. നമ്മളവരെ നിർബന്ധിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ അവരെ വീട്ടുകാരെ നിർബന്ധിച്ചു കാണും. ഞങ്ങളവരെ നിർബന്ധിച്ചതൊന്നുമില്ല. അവരെ ഇഷ്ടത്തോടു കൂടി തന്നെ കല്യാണം നടത്തിയത്. ഇഷ്ടത്തോടെന്ന് പറഞ്ഞാൽ അവർ നിങ്ങളോട് വന്ന് പറഞ്ഞു ഞങ്ങളെ കല്യാണം കഴിക്കാന്നുള്ളത്. നിങ്ങളല്ലേ പ്രപ്പോസൽ മുന്നോട്ട് വെച്ചത്. അപ്പൊ അവരുടെ റിയാക്ഷൻ എന്തായിരുന്നു? അങ്ങനെ പ്രത്യേകിച്ച് റിയാക്ഷൻ ഇല്ല. പ്രത്യേകിച്ച് റിയാക്ഷനും ഇല്ലാന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലായിക്കൂടെ? അവർക്ക് നമ്മളെ കല്യാണം കഴിക്കാൻ ഒരു താല്പര്യമില്ലായിരുന്നു. വീട്ടുകാർ പറഞ്ഞപ്പം അതനുസരിച്ചു, അത്രന്നെ ഉള്ളൂ. അതെ, എന്നെ കൊണ്ട് ഇത് പറ്റും തോന്നുന്നില്ല കേട്ടോ. ഇത് ശരിയാവും തോന്നുന്നില്ല. എടാ നീ ഇപ്പം തന്നെ കിടന്ന് ഹൈപ്പർ ആവാതെ. നിന്റെ കല്യാണം കണ്ട ആകെ ഒരാഴ്ചയിലായിട്ടുള്ളൂ. ഇവിടെ എന്റെ കല്യാണം കണ്ട ഒരു കൊല്ലായി. എന്റേത് കഴിഞ്ഞിട്ട് 6 മാസമായി. എന്നിട്ട് ഞങ്ങളൊരു പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ. നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവില്ലായിരിക്കും, പക്ഷെ എനിക്ക് പ്രശ്നമുണ്ട്. എന്നെ കൊണ്ട് ഇത് പറ്റൂല. എടാ നീ ഇങ്ങനെ തുടങ്ങിയാലോ? അച്ഛൻ പറഞ്ഞ നീയും കേട്ടതല്ലേ, നമ്മുടെ മുന്നിൽ വേറെ ഓപ്ഷനൊന്നും ഇല്ല. ഓ പുല്ല്, ഞാൻ പോണു. ഇവനത് കൊളാക്കാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട് കേട്ടോ. അതെ, എന്തായാലും നമ്മളിത് ഇങ്ങനെ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. നിങ്ങൾ ഇപ്പം ഡൗൺ ആവേ വേണ്ട. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർക്ക് ഇഷ്ടക്കേടോ താല്പര്യക്കുറവോ ഉണ്ടായിരുന്നെങ്കിൽ അത് അറിയിക്കാനുള്ള എല്ലാ സ്പേസും അവർക്ക് കൊടുത്തിരുന്നു. അപ്പൊ അവരത് അറിയിച്ചില്ലല്ലോ. അപ്പൊ ഇനി ഇതിങ്ങനെ വിട്ടുകൊടുക്കാൻ വേണ്ട. നീ ഇതെന്തിനുള്ള പുറപ്പാടി? വല്ല യുദ്ധം പ്രഖ്യാപിക്കാൻ പോകണോ? വേണ്ടി വന്നൊരു യുദ്ധം തന്നെ ഞാൻ പ്രഖ്യാപിക്കും. എന്തായാലും നിങ്ങളിങ്ങനെ വിട്ടുകൊടുക്കരുത്. എൻ്റെ അടുത്ത് കുറച്ച് ഐഡിയകളൊക്കെ ഉണ്ട്. നിങ്ങൾ പേടിക്കണ്ട. ഈ അൻപിന്റെ ഐഡിയ ഒന്നും ഇതുവരെ പാളിപ്പോയിട്ടില്ല. എന്നാലും നിന്റെ ഒരു ഐഡിയ പോലും എൻ്റെ ഏട്ടനോട് ചോദിച്ചിട്ടില്ലല്ലോ. അതൊന്നും എന്നോട് തന്നിപ്പോ ഇവിടെ പറഞ്ഞത്. അല്ല, എന്താ നിന്റെ ഐഡിയ? ഇതൊന്നും വേണ്ടട്ടോ. ഇതൊക്കെ ഭയങ്കര ബോറാവും. എന്ത് ബോറാവാൻ? അങ്ങനെ ബോറാവുന്നില്ല. നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ അങ്ങോട്ട് നിന്നാ മതി. എടി എന്നാലും എനിക്ക് എന്തോ പോലെ ആവുന്നുണ്ട്. നിങ്ങളുടെ എന്തോ പോലെ തന്നെ കാരണം. നിങ്ങളൊരു അപ്രോച്ച് അങ്ങോട്ട് ഇടാതെ അവർക്ക് അങ്ങനെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുക. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഏട്ടന്മാർ അതുകൊണ്ട് പറയല്ല. കാര്യം 2-3 കിളി പോയന്മാരാണ്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ നിന്നാൽ അവർക്ക് മനസ്സിലാവുള്ളൂ. എന്നിട്ടെങ്ങനെ അവർക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നിനക്ക് ഞാൻ ചിലത് മനസ്സിലാക്കി തരുന്നുണ്ട്. എൻ്റെ അമ്മ ഇവിടെ വയലൻസ് എടുക്കൂ. എന്റെ പിന്നാമ്പുറം പോയി. നിന്റെ പിന്നാമ്പുറം പറയിപ്പിക്കണ്ട. ഞാൻ അപ്പളെ പറഞ്ഞ ഈ തലക്ക് വെളിയിലുള്ള വർത്തമാനം കേട്ട് വരും ചെയ്യാൻ നിൽക്കടാന്നുള്ളത്. എന്താ പറ്റിയത്? ഇനി എന്തോ പറ്റാനാ? നാളെ കേട്ടോ ഞങ്ങള് അവര് വാല് പൊക്കി ഓടി. നിങ്ങളിങ്ങനെ ടെൻഷൻ ആവാതെ. എൻ്റെ അടുത്ത് വേറെ കുറെ ടെക്നിക്സ് ഉണ്ട്. നിങ്ങൾ പേടിക്കണ്ട. ഞാൻ വേറൊരു വഴി പറഞ്ഞു തരാം. നല്ല പെരുവഴിയായിരിക്കും. അല്ല ഇടവഴി. ഒന്നും ഉണ്ടാക്കടി. നിങ്ങൾക്ക് ഈ പ്രശ്നം ഞാൻ സൊല്യൂഷൻ കണ്ടാ പോരെ? അത് കണ്ടിരിക്കും. അൻവി, ആഴ്ച 2 കഴിഞ്ഞു. നീ പറഞ്ഞ പോലെ എല്ലാ ടെക്നിക്കും ഞങ്ങൾ യൂസ് ചെയ്യുകയും ചെയ്തു. എന്നിട്ടും ഞങ്ങൾക്ക് അവരുടെ അടുത്ത് നിന്ന് ഒരു ഗ്രീൻ സിഗ്നലും കിട്ടുന്നില്ല. ഇതിന്നൊക്കെ ഞങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഗൈസ്, ഞാൻ പറയുന്നത് നിങ്ങൾക്കൊന്നും തോന്നരുത്. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇത്രയും സിഗ്നൽ കൊടുത്തിട്ടും അവർക്കൊന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ ചാൻസ് 2ആണുള്ളത്. ഒന്നെങ്കിൽ അവന്മാര് ഭൂലോക മരമണ്ടന്മാരായിരിക്കണം. ഇനി അതും അല്ലെങ്കിൽ വേറെ എന്താണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. കണ്ടുപിടിച്ചാൽ നിനക്ക് കൊള്ളാം. കണ്ണാപ്പിന്റെ ആലോചന വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾ അതങ്ങോട്ട് ഉറപ്പിച്ചാലോ എന്ന് വിചാരിക്കുക. ചാരു, അങ്ങനൊന്നും പറയല്ലേ ചാരു. നിനക്ക് എന്നോട് ഒരിറ്റ സ്നേഹമില്ലടി.
ഞാൻ കണ്ടുപിടിച്ച് തരാം, അതിനാണ് ഞാൻ അവിടെ ഇരിക്കുന്നത്. ഓരോരോ മണ്ടനേട്ടന്മാരുണ്ടാക്കി എന്റെ പെങ്ങന്മാരുടെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെ. നമ്മൾ ഇനി ഇത് എത്ര കാലം ഇങ്ങനെ തുടരേണ്ടി വരുമല്ലേ? അച്ഛൻ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിലേ 2 കൊല്ലം. 2 കൊല്ലോ? അതൊക്കെ കുറച്ച് കൂടുതലല്ലേ? എന്നെ കൊണ്ട് വയ്യ. എടാ, നീ ഇങ്ങനെ കിടന്ന് തുള്ളാതെ അപ്പൊ നീ ഞങ്ങളുടെ കാര്യമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്. പിന്നെ അച്ഛൻ പറഞ്ഞതിനും കാര്യമില്ലേ? അതെ, നീ ഒന്ന് ആ ലെവലിൽ ചിന്തിച്ചു നോക്ക്. അപ്പൊ നിനക്ക് മനസ്സിലാവും. നീ എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല എന്നുള്ളതാണ്. ഞങ്ങൾക്കുണ്ട് ബുദ്ധിമുട്ടുകളൊക്കെ. പക്ഷെ ഞങ്ങൾ ആ രീതിക്ക് ചിന്തിക്കുന്നതാണ് ഞങ്ങൾക്ക് പിടിച്ചെടുക്കാൻ പറ്റുന്നത്. അല്ല, അവര് 3 പേരും കൂടി അവിടെ എന്താക്കാണ്? എന്റെ ബലമായ സംശയം നിങ്ങൾ 3 ഡൈവോഴ്സ് ഒക്കെ ഉള്ള വട്ടമേശ സമ്മേളനമാണ് നടക്കണമെന്ന്. അല്ല, അങ്ങനെ തന്നെ ആവണമെന്നൊന്നുമില്ല, ഞാനൊരു നിഗമനം പറഞ്ഞതോളൂ. ഓ, സത്യം പറയട്ടെ, ഇനി നമ്മൾ ഞാൻ മിക്കവാറും വല്ല ബാലകേനായാലും എന്നെ കൂടെ വയ്യട്ടത്. എന്റെ സ്വഭാവം അച്ഛൻ ആരും കണ്ടുപിടിച്ചത് അച്ഛൻ വെറുതെ പറയാന്നേ. ഇവരെന്തിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നതെന്ന് അറിയണമെങ്കിൽ നമ്മൾ വണ്ടി ഒന്ന് റിവേഴ്സ് എടുത്ത് പോകേണ്ടി വരും. റിവേഴ്സ് എടുക്കാന്ന് പറഞ്ഞാൽ കുറച്ചധികം ഒന്ന് റിവേഴ്സ് എടുക്കണം. ചുരുക്കി പറഞ്ഞാൽ അജുവിന്റെയും ചാരുവിന്റെയും കല്യാണം കഴിഞ്ഞ് അന്നത്തെ രാത്രിയിലേക്ക് വേണം വണ്ടി എടുക്കാൻ. ആ, നീ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ നിന്നെ കാണാൻ വരുമായിരുന്നു. എന്താ അച്ഛാ? മോനെ, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അറിയാലോ, ഇന്ന് നീ ഒരു പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കണം. അച്ഛൻ പറഞ്ഞ എന്നൊക്കെ എനിക്ക് മനസ്സിലായി. എനിക്ക് എല്ലാം അറിയാം. ഞാൻ എല്ലാം കണ്ടറിഞ്ഞ് ചെയ്തോണ്ട് ഇതിപ്പം നേരല്ലേ എന്നാ പോട്ടെ. നിന്റെ ഈ ആക്രമണം തന്നെ എനിക്കിപ്പോ ഒന്ന് പറയേണ്ടി വന്നത്. നിനക്ക് മാത്രമല്ല, ഈ ആക്രമണം നിന്റെ ഏട്ടന്മാർക്കുണ്ടായിരുന്നു. അതിലെനിക്ക് സംശയമില്ല. നിങ്ങൾ എന്റെ മക്കളാണല്ലോ. അപ്പൊ പിന്നെ ആക്രമണം നിങ്ങൾക്ക് കാണാതിരിക്കില്ല. മോനെ, ആക്രമണമൊക്കെ നല്ലതാ. പക്ഷെ നീ ഒരു കാര്യം അറിയണം, പയ്യെ തിന്നാ പനയും തിന്നാന്നാണ്. അപ്പൊ പന ഇപ്പം തന്നെ തിന്നണോ അച്ഛാ? നീ മണ്ട എന്നുള്ള കാര്യത്തിലും എനിക്ക് സംശയമില്ല. കാരണം നിനക്ക് കിട്ടിയ നിന്റെ അമ്മന്റെ ബുദ്ധിയാണല്ലോ. ഞാൻ നിന്നോട് പന തിന്നാനല്ല കുട്ട പറഞ്ഞത്. ഞാൻ പറഞ്ഞു തന്നത് എന്താന്ന് വെച്ചാലേ, നമ്മൾ ആദ്യം ഒരു പെണ്ണിന്റെ മനസ്സാണ് കീഴടക്കേണ്ടത്. അവളുടെ മനസ്സിൽ കയറി പറ്റിയ ശേഷമേ നമ്മൾ അവളെ സ്വന്തമാക്കാൻ പാടുള്ളൂ. അപ്പോൾ അതിനൊരു അർത്ഥം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ പെൺകുട്ടികൾക്ക് ചിലപ്പോൾ ഈ സമയത്ത് പറയാനൊരു മടി കാണും. പക്ഷേ നമ്മൾ അവർക്കൊരു സമയം കൊടുക്കണം. ആ സമയം കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ നമ്മളോട് അടുക്കും, നമ്മൾ ഇഷ്ടപ്പെടും, അവരെ മനസ്സിൽ നമ്മളെ പ്രതിഷ്ഠിക്കും. എന്നിട്ട് നമ്മൾ അവരെ സ്വന്തമാക്കുമ്പോൾ അതിനൊരു സുഖമുണ്ടടാ. അച്ഛൻ എന്താ പറഞ്ഞു വരുന്നേ? നീ അവളോട് പറയണം, ടേക്ക് യുവർ ടൈം എന്ന്. നിങ്ങളെന്താ ഇതൊന്നും കേട്ടിട്ട് തരുത്ത് നിൽക്കാത്തത്? നിങ്ങളപ്പോ ടേക്ക് യുവർ ടൈമിലാണോ? എടാ കുട്ട, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ഇത് മറ്റേ ഒരു പ്രൊബേഷൻ പീരീഡ് ആയി കണ്ടാൽ മതി. നമ്മൾ ജോലിക്കൊക്കെ കയറുന്നതിന് മുന്നേ ഉണ്ടാവൂലേ, അത്ര തന്നെ. ഇപ്പം എത്രയായി? ഞാനൊരു കൊല്ലം സ്റ്റിൽ പ്രൊബേഷനില. 6 മാസം. അയ്യോ, അപ്പൊ ഞാനോ? അതിപ്പോ നമുക്ക് അങ്ങനെ പറയാനൊന്നും പറ്റൂല. അതൊക്കെ അവരുടെ ഒരു മാനസികാവസ്ഥ പോലെ ഇരിക്കും. അച്ഛനെ അമ്മയ്ക്ക് 2 വർഷം സമയം കൊടുത്തത്. 2 വർഷോ? അച്ഛൻ അതല്ലേ പറയാൻ കാരണം. ഇവരുടെ ഫസ്റ്റ് നൈറ്റിൽ അങ്ങനെ ആയിരുന്നു പോലും. അമ്മയ്ക്ക് പറയാൻ പേടിച്ചിട്ടേ അമ്മ പറഞ്ഞില്ല. പെട്ടെന്ന് അമ്മ ഒരു കരച്ചിലായിരുന്നു. അപ്പോൾ അച്ഛന് കാര്യം മനസ്സിലായത്. അങ്ങനെ അച്ഛൻ അമ്മക്ക് സമയം കൊടുത്തു 2 വർഷം. 2 വർഷം കഴിഞ്ഞപ്പോൾ അമ്മ തന്നെ അച്ഛനോട് കാര്യം പറഞ്ഞു. പാവങ്ങള്, അവരച്ഛന്റെ അടാർ ഐഡിയയും കേട്ടിട്ടായിരുന്നു അവരാ ടേക്ക് യുവർ ടൈം കൊടുത്തിരുന്നത്. പക്ഷെ അത് അവർക്കുള്ള കുഴി തന്നെ ആയിരുന്നു എന്നുള്ളത് അവരറിഞ്ഞില്ലായിരുന്നു. എടാ പഴമൊഴി ഏട്ടന്മാരെ, നിങ്ങളുടെ ഭാര്യമാര് പോവാണ്. പോയി എങ്ങോട്ട്? വല്ല ഗേൾസ് ട്രിപ്പ് ആയിരിക്കടാ. ഓ, ഇവന്മാരെ കൊണ്ട് ഗേൾസ് ട്രിപ്പ് അല്ല, ഡിവോഴ്സ് ട്രിപ്പാണ്. ഡിവോഴ്സോ? എന്തിന്? നിന്നെപ്പോലത്തെ മണ്ണുണ്ണികൾ അവർക്ക് വേണ്ടാന്ന്. അവർ നല്ല ആളൊരുത്തനെ കെട്ടാൻ തീരുമാനിച്ചു. മക്കളെ, നിങ്ങൾ കാര്യം പറ. പെട്ടെന്ന് ഇങ്ങനെ പോവാനുള്ള കാര്യം എന്താണെന്നും നിങ്ങൾ പറ. അമ്മ പറയുന്നതിലൊന്നും തോന്നരുത്. മക്കളോട് കല്യാണം കഴിപ്പിക്കുന്നതിന് മുന്നേ അവർക്ക് താല്പര്യം ഉണ്ടോന്നും കൂടി നിങ്ങൾ ചോദിക്കണമായിരുന്നു. അല്ലാണ്ട് ഒരു പെൺകുട്ടിയുടെ ജീവിതം അങ്ങനെ ഇല്ലാണ്ടാക്കല്ലേ വേണ്ട. അല്ല മക്കളെ, ഇപ്പൊ അങ്ങനെ പറയാൻ മാത്രം എന്താ അവിടെ ഉണ്ടായത്? നിങ്ങളുടെ മക്കൾക്ക് ഞങ്ങളോട് ഒരു താല്പര്യവും ഇല്ല. അയ്യോ, ഞങ്ങൾക്ക് നല്ല താല്പര്യമുണ്ട്. അത് വാക്കോട് പറഞ്ഞാൽ മാത്രം പോരല്ലോ. അമ്മേ, കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും കൊല്ലായി, ഐ മീൻ 1 വർഷമായി. ഇതുവരെ എന്നോട് ഇങ്ങനെ നല്ലോണം നിന്നിട്ടില്ല. അയ്യോ, അങ്ങനെയല്ല, ഞാൻ നിങ്ങൾക്ക് സമയം തന്നതാ. എന്ത് സമയം? ഞാൻ നിങ്ങളോട് പറഞ്ഞു സമയമാണെന്നുള്ളത്. അതുപോട്ടെ, 6 മാസം എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇന്നവരെ ഒരു ഭാര്യന്റെ ഒരു പരിഗണന എനിക്ക് തന്നില്ല. അയ്യോ, ഞാൻ പരിഗണിക്കാറുണ്ട്. ഡെയിലി രാവിലെ മനസ്സിൽ പരിഗണിക്കാറുണ്ട്. പക്ഷെ നിങ്ങൾക്ക് സമയം വേണ്ടി വരുമെന്ന് വിചാരിച്ചിട്ടാ. അമ്മേ, ചേച്ചിമാര് പറഞ്ഞത് തന്നെ എനിക്കും പറയാനുള്ളൂ. ഇവർക്ക് ഞങ്ങളോട് ഒരു താല്പര്യമില്ല. അങ്ങനെ ചെങ്കക്കൊള്ളൊന്ന് വർത്താനൊന്നും പറയരുത്. എനിക്ക് നല്ല താല്പര്യം കൂടെ ഞാൻ റൂമിലേക്ക് പോലും വരാത്തത്. നിങ്ങളെ അച്ഛൻ വല്ലതും ഉപദേശിച്ച് കാണൂലേ? ഹോ, എന്റെ ജീവിതവും അങ്ങേര് കൊഞ്ഞാട്ടാക്കി.
ഈ മക്കളെ ജീവിതം കൂടി കൊഞ്ഞാട്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കും. നിങ്ങളുടെ അച്ഛൻ നിങ്ങളോട് പറഞ്ഞതൊക്കെ ശരിയായിരുന്നു. കല്യാണം കഴിഞ്ഞ സമയത്ത് എനിക്കൊരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനെനിക്ക് കുറച്ചൊരു സമയം വേണമെന്നുള്ള സത്യമായിരുന്നു. അത് വളരെ കുറച്ചാണ് ഞാൻ ചോദിച്ചത്. അതിന് ഇയാളത് തന്നത് എത്ര സമയമാണെന്നറിയോ? എത്ര വട്ടം ഞാൻ അയാൾക്ക് സിഗ്നൽ കൊടുത്തതല്ലേ എനിക്കിനി സമയം വേണ്ടാന്ന്. പക്ഷെ ഈ പൊട്ടനെ മനസ്സിലാവണ്ടേ? അവസാനം ഗതി കേട്ടപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു. അതേമാതിരി തന്നെ ഇപ്പം നിങ്ങളും ഇതാക്കി. പറഞ്ഞിട്ട് കാര്യമില്ല, അച്ഛൻ്റെ മക്കളല്ലേ, അതുകൊണ്ട് ആ മണ്ടത്തോടെ നിങ്ങൾ കാണിക്കുകയും ചെയ്യും. എൻ്റെ പൊന്നു മക്കളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളോട് അവർക്ക് ഒരു താല്പര്യക്കുറവും ഉണ്ടായിട്ടില്ല. ഒന്നുമില്ലെങ്കിൽ അവരവരുടെ അച്ഛൻ്റെ മക്കളല്ലേ, അതിന് ആ ആക്രാന്തം അവന്മാർക്ക് ഇല്ലാതിരിക്കില്ല. പക്ഷെ ഇങ്ങനൊരു കാര്യം ഉള്ളത് കൊണ്ട് മാത്രമാണ് അവർ നിങ്ങൾക്ക് സമയം വേണമെന്ന് വെച്ച് ചെയ്തതാണ്. സത്യം കിട്ടും. അല്ല, അപ്പം തെറ്റിദ്ധാരണകളൊക്കെ മാറിയ സ്ഥിതിക്ക് ടേക്ക് യുവർ ടൈം. അങ്ങനെ പറയില്ല. അയ്യോ പോയില്ല, അയ്യോ പോയോ, എടി ചാരു, ഡോർ അടച്ചോ, എടി ചാരു, എടി ഡോറും ചായ നിൽക്കുന്ന ഡോർ തുറക്കടി. ഇല്ലടോ, തുറക്കൂല. താൻ എന്ത് പറഞ്ഞു ഞാൻ തുറക്കൂല. ചാരു ഡാർലിംഗ്, അങ്ങനൊന്നും പറയണടി, ഡോർ തുറക്കടി. ഇല്ലടോ, തുറക്കൂല. തനിക്ക് സമയം വേണമെന്ന് പറഞ്ഞാൽ താൻ സമയം എടുത്തു. തന്റെ മൂക്കിൽ പല്ല് വരുന്ന താൻ സമയം എടുത്തു. ചാന്ദിനി, അങ്ങനൊന്നും പറയാതെ, ഏട്ടന് അബദ്ധം പറ്റിയതല്ലേ, പ്ലീസ് ഒന്ന് ഡോർ തുറക്കൂ. ഇല്ലടോ, തുറക്കൂല. താൻ എന്തൊക്കെ പറഞ്ഞാൽ തുറക്കൂല. എന്റെ 6 മാസം താൻ കൊണ്ട് കളഞ്ഞത്. തനിക്ക് സമയം വേണമെന്ന് പറഞ്ഞാൽ താൻ സമയം എടുത്തു. തനിക്ക് മൂത്ത് നേർച്ച മൂലത്തിൽ കിടക്കുന്നത് തന്നെ സമയം എടുത്തു. എന്തായാലും അതുവരെ ഞാൻ ഡോർ തുറക്കൂല. മോളെ ചിത്തു, അങ്ങനൊന്നും പറയല്ലേ കുട്ടി, നമ്മുടെ ഒരു വർഷല്ലേ പോയത്. അതന്നെ എനിക്കും പറയാനുള്ള. എന്റെ ഒരു വർഷം താൻ കൊണ്ട് കളഞ്ഞത്. അതിന് പകരം വിടാത്ത ഞാൻ എന്തായാലും ഡോർ തുറക്കൂല. അങ്ങനൊന്നും പറയാതെ, ഞങ്ങളുടെ അച്ഛന്റെ ബുദ്ധിയിൽ ഞങ്ങൾക്ക് കിട്ടുള്ളൂ. അച്ഛൻ മണ്ടനായതുകൊണ്ട് ഞങ്ങൾ മക്കളും മണ്ടന്മാരായി പോയത്. ഒന്ന് അത് തുറക്കുവോ? ഇല്ലാന്ന് പറഞ്ഞാ ഇല്ല. ഇനി എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ 3 അവിടെ കിടന്ന് സമരം നടത്താൻ ഞങ്ങൾ നീ കഥക് തുറക്കൂല. അച്ഛാ, രാധേ, കഞ്ഞിയായോടി? ഇതിൽ കൂടുതൽ ഞാൻ എന്തോ കഞ്ഞിയാവാന്. ഏട്ടാ, എല്ലാം കയ്യിന്ന് പോയല്ലോ ഏട്ടാ. ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തൽക്കാലത്തേക്ക് നമുക്ക് കിടന്നുറങ്ങാൻ നോക്കടാ അനിയ. രണ്ടാട്ടം തണ്ടികളോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാ, നമുക്കിത് വേണ്ട, അച്ഛന്റെ വർത്താനം കേൾക്കാൻ നിൽക്കണ്ടാന്ന്. അപ്പൊ രണ്ടുപേരും എന്നെ ഉപദേശിക്കാൻ വന്നീന്. നമ്മൾ അങ്ങനെ ചെയ്താൽ നമ്മൾ അവരെ മുന്നിൽ ഹീറോ ആവുന്നു. ഇപ്പൊ കണ്ടോ, സീറോ ആയി നിൽക്കുന്നത്. ഓ, ഇത് എത്തിയ രാവിലെ തന്നെ ഇതിന് വേറെ പണിയൊന്നുമില്ലേ? കണ്ണേട്ടാ, നാരങ്ങോട്ടായി വേണോ? നീ എനിക്ക് ഷുഗർ വരുത്തോടി. ഇതാരത്? മോളെന്തായി വൈകി? മോള് മാത്രമേ ഉള്ളൂ, അവളുമാരൊന്നും വന്നില്ലേ? അത് പിന്നെ ഞാനിവിടെ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ വന്നതായിരുന്നു. അപ്പൊ ആ വൈക്ക് വന്നപ്പോ ഇവിടെയും കൂടി കയറാന്ന് വിചാരിച്ചു. ഇവിടെ ഫ്രണ്ടിന്റെ വീട്? ഏത് വീടാ മോളെ? അത് ആ വളവിലുള്ള ആ വീട്. വളവിലുള്ള ഏത് വീട്? ആ മറ്റേ വലതു ഭാഗത്തുള്ള ആ വീടില്ലേ? വലതു ഭാഗത്തുള്ള എത്രാമത്തെ വീടാ മോളെ? എന്റെ കയ്യിന്ന് പോയ ഈ വളവിലല്ല, അപ്പുറത്തെ വളവിലുള്ള. അപ്പുറത്തെ വളവിലുള്ള ഏത് വീട്? വലതു ഭാഗത്തുള്ള അതേത് വീടാ? എത്രാമത്തെ വീടാ മോളെ? വലതു ഭാഗത്തുള്ള 3ാമത്തെ വീട്. 3ാമത്തെ വീട് ഭാസ്കരന്റെ വീടല്ലേ? അവിടെ എവിടെ മോളെ പ്രായമുള്ള കുട്ടി? അയാൾക്കൊരു മോളല്ലുള്ളത്, അത് കണ്ണന്റെ പ്രായമാണല്ലോ. പിന്നെ വീട് പിന്നെ ഏത് കുട്ടിയാണ് ഉള്ളത്? അത് അതാ അവളെ വീടല്ലത്, അവളെ ആരോ വീടാണത്. അവളവിടെ താമസിക്കാൻ വേണ്ടി വന്നതാണ്. താമസിക്കാനോ? നിങ്ങൾക്ക് ഇതെന്താ കാരണം? ആ കുട്ടി ഇവിടെ വരെ വന്നപ്പോ ഇവിടെ കയറിയതായിരിക്കും. മോള് ചായ കുടിച്ചായിരുന്നോ? കുടിച്ചായിരുന്നു, പക്ഷെ മിക്കവാറും അതൊക്കെ തേച്ച് കാണും. മോളേതായാലും ഇരിക്കും, ഞാൻ ചായ എടുക്കാം. അമ്മേ, ഞാൻ ഇറങ്ങാണേ. ആന്റി, ചായ എടുക്കണം, ഞാനും ഇറങ്ങാണേ. ഏത് വഴിക്കാ? ഞാൻ ആ വഴിക്കില്ല. അല്ല, ഏത് വഴിക്കാണെങ്കിലും കുഴപ്പമില്ല. പോകുന്ന വഴിക്ക് എന്നെ ഒന്ന് ബസ് സ്റ്റോപ്പിൽ ഇറക്കി തന്നാ മതി. നീ എന്തിനാണ് പുറപ്പാടാണ്? ഞാൻ എന്തിനുള്ള പുറപ്പാടാൻ ഇതുവരെ മനസ്സിലായിട്ടില്ല. ഈ കുരിശ് എന്നെ കൊണ്ടേ പോകുന്നു. അമ്മയോട് കാര്യം ചോദിക്കട്ടെ? അവരൊക്കെ പറയുന്നത് കേട്ടു അച്ഛനും അമ്മയ്ക്ക് ഇതുമാതിരി ഒരുപാട് സമയമൊക്കെ തന്നിരുന്നു. അതൊക്കെ ശരിക്കും ഉള്ളതെന്നാണോ? എന്റെ പൊന്നു മക്കളെ, അതൊന്നും ഓർമ്മിപ്പിക്കല്ലേ. ഒന്നും പറയാത്ത നല്ലത്. സംഭവം സത്യമായിരുന്നു. ഞങ്ങളുടെ കാലത്തൊക്കെ കല്യാണത്തിന്റെ അന്നല്ലേ ഈ ചെക്കന്മാരൊക്കെ ഒന്ന് കാണുള്ളൂ. അത് മാത്രമല്ല, ഒന്ന് സംസാരിക്കാൻ പോലും സമയം കിട്ടില്ലായിരുന്നു. കാരണവന്മാർ അതിനൊന്നും സമ്മതിക്കില്ലായിരുന്നു. അപ്പൊ പിന്നെ ഞങ്ങൾ കാണുന്നതന്നെ മര്യാദ ഈ കല്യാണത്തിന് അന്ന്. ഒന്ന് പെണ്ണ് കണ്ടു പോയി എന്നല്ലാതെ ഒന്ന് സംസാരിച്ചിട്ട് പോലില്ലായിരുന്നു. അപ്പൊ നമുക്കൊരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവൂലേ. അതുകൊണ്ട് ഞാൻ അങ്ങേരോട് കുറച്ചൊരു സമയം ചോദിച്ചു എന്നുള്ള സത്യം തന്നെ ആയിരുന്നു. പക്ഷെ അത് ഇത്രയും വലിയ സമയം എടുക്കുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അല്ല, അപ്പൊ അവസാനം
അമ്മ എങ്ങനെ അച്ഛനോ കാര്യം അവതരിപ്പിച്ചത്? കാര്യം അവതരിപ്പിച്ചിട്ടൊന്ന് ഓർമ്മിപ്പിക്കാതോ നല്ലത്. ഏട്ടാ, നമുക്കും ഒരു ഒരു കുഞ്ഞിക്കാലൊക്കെ വേണ്ടേ? കുഞ്ഞിക്കാലോ? അതേത് കാല്? കോഴിക്കാല് കാടക്കാലം എന്ന് കേട്ടിരുന്നു. ഇതേതാ കാല്? ഇതേതും കോഴിണ്ടാണോ? ഓ, കോഴിന്റെ താറാവിന്റെ കാലൊന്നുമില്ല. ഞാൻ ഉദ്ദേശിച്ചതേ, എനിക്ക് കുട്ടികളൊക്കെ കാണാനൊരു ആഗ്രഹം. ഓ, അത്രേ ഉള്ളോ? അത് നീ നാളെ നമ്മുടെ സ്കൂളിൽ പോയിക്കോ. അവിടെ ഏത് പ്രായത്തിലുള്ള കുട്ടികളെയും കാണാം. ഏട്ടാ, അതല്ല, നമുക്കും വേണ്ട ഒരു കുഞ്ഞൊക്കെ. നമുക്കൊരു കുഞ്ഞൊക്കെ ഉണ്ടായി കഴിഞ്ഞാലേ അച്ഛനമ്മ വിചാരിക്കൂലേ ഞാൻ അത്രക്കാരനാന്ന്? ആ, നിങ്ങൾക്ക് അവിടെ ചിരി, എനിക്കന്നത് കേട്ട് ഷോർട്ട് സർക്യൂട്ട് അടിച്ചിട്ടേ അന്ന് പിണങ്ങി പോയത് അതിന്റെ തലത്തെ കിളികൾ പിന്നെ ഇതുവരെ വന്നിട്ടില്ല. അന്നായിരുന്നു ഞാൻ ആ സത്യവും മനസ്സിലാക്കിയത്. അങ്ങയുടെ തലച്ചോറ് ഏതോ ബാങ്കിൽ പണയം വെച്ചിരിക്കുക എന്നുള്ളത്. തലച്ചോറില്ലാതെ ഒരു മനുഷ്യനെ ജീവിക്കാൻ അങ്ങേരെ എനിക്ക് പ്രൂവ് ചെയ്തു തന്നു. അതുകൊണ്ടാണ് മക്കളെ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് അവരോട് ദേഷ്യമൊന്നും തോന്നരുത്. അവന്മാർ അച്ഛൻ്റെ അതേ ബുദ്ധിയാണ് കിട്ടിയത്. അതുകൊണ്ട് അത്രയൊക്കെ തന്നെ നിങ്ങൾ അവരുടെ ഒന്നും പ്രതീക്ഷിച്ചാൽ മതി. വിവരെല്ലാം ഒരു കുറ്റമല്ലല്ലോ. ഇപ്പൊ മാസം ഒന്നാവാനായി അവര് തപസ് തുടങ്ങിയിട്ട്. അതെന്തെങ്ങാനും കഴിയൂരോ? എന്താ ഇപ്പൊ ചെയ്യാ? നമുക്കേ അമ്മ പറഞ്ഞ പോലെ തന്നെ അവരുടെ അടുത്തേക്ക് കുഞ്ഞിക്കാലിന്റെ കാര്യം പറഞ്ഞു പോയാലോ? അങ്ങോട്ട് ചെല്ലു കുഞ്ഞിക്കാലെന്ന് പറഞ്ഞു നമ്മളുള്ള കാലം അവളമാരെ തല്ലുപിടിക്കും. അവരെയും കുറ്റം പറയാൻ പറ്റുമോ? നിങ്ങളമ്മത്തെ പണിയല്ലേ കാണിച്ചു വെച്ചത്. എന്നാലും അനിയേട്ടാ, ഒരു വർഷം എന്നൊക്കെ പറഞ്ഞ കുറച്ച് കടുപ്പായി പോയിട്ടോ. നിങ്ങൾ ചിരിക്കണ്ട, നിങ്ങളുടെയും കൂടെ കൂട്ടി പറഞ്ഞു. 6 മാസം നിങ്ങളും കൊണ്ട് കളഞ്ഞതേ. അജുവേട്ടനെ പിന്നെയും പോട്ടേന്ന് വെക്കാം. എന്നാലും നിങ്ങൾ അവരോട് ചെയ്തത് നോക്കുകയാണെങ്കിൽ അവരെ തിരിച്ചിങ്ങനൊന്നും ചെയ്താൽ പോരാ. നീ ഇവിടെ കിടന്ന് ചിരിക്കാതെ ഞങ്ങൾക്കൊരു ഹെൽപ്പ് പറഞ്ഞുകൊണ്ട് ഒരു ഐഡിയ പറഞ്ഞുകൊണ്ടാ. നോക്ക്, നീ ഞങ്ങളതിൽ സഹായിക്കുകയാണെങ്കിലേ കണ്ണാൻ്റെ നിന്റെയും കാര്യം സെറ്റ് ആവാൻ കാര്യത്തിൽ ഞങ്ങൾ നിന്നെ സഹായിക്കാം. കണ്ണന്റെ പേര് കേട്ടത് അൻവി അപ്പം തന്നെ ചാർജ് ആയി. പിന്നെ ഒന്നും നോക്കി അവിടെ അടുത്തുള്ള എല്ലാ ഐഡിയയും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെ, നിങ്ങൾ 3 പേരും ഞങ്ങളോട് ക്ഷമിക്കണം. അതെ, ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിപ്പോയതാണ്. അറിവില്ല പൈതലൊരു അബദ്ധം പറ്റിയെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ഞങ്ങളോട് ക്ഷമിച്ചൂടെ? നിങ്ങൾ 3 പേരും ഇവിടെ നിൽക്കാതോ. നിങ്ങളെ 3 അമ്മ വിളിക്കുന്നുണ്ട്. ഇത് ഇവിടുന്ന് വന്ന് മരഭൂതം. നിന്നെ പറഞ്ഞിട്ട് കുറങ്ങാൻ കൊണ്ട് കെട്ടിയെടുത്ത് കറക്റ്റ് ടൈമിൽ അവൾ ഒന്നും ചെയ്തു. തൽക്കാലത്തേക്ക് ഇത്രയും മതി. ഈ എന്തെങ്കിലും കണ്ണാട്ടൻ്റെയും കാര്യം സെറ്റാക്കിയതിനു ശേഷം അല്ലെങ്കിൽ നിങ്ങൾ വാക്ക് മാറിക്കളോ. നിങ്ങളെനിക്ക് നന്നായിട്ട് അറിയുന്നതല്ലേ. അത് അൻവി പറഞ്ഞത് വളരെ ശരിയായിരുന്നു. കാര്യം കഴിഞ്ഞാൽ അവരെന്തായാലും അൻവിനെ ഹെൽപ്പ് ചെയ്താൽ നമുക്ക് നന്നായിട്ട് അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് കൊടുത്തത്. പിന്നെ ഒരു ജീവിത പ്രശ്നമായിരുന്നു തന്നെ അവരിപ്പോൾ അൻവിനെ ഹെൽപ്പും ചെയ്തു. അങ്ങനെ കണ്ണന്റെ തലയിലായി അൻവി. അതെ, നിങ്ങൾ എന്തായിട്ടുള്ള കല്യാണം സമ്മതിക്കാൻ കാരണം? എന്നായാലും മരിക്കും. അതിപ്പോ ഒരു പാണ്ടിലോറി ഇടിച്ചിട്ടായിരിക്കും എന്റെ വിധി. പാണ്ടിലോറി? നിങ്ങൾക്ക് ഞാൻ പാണ്ടിലോറിയാണോ? അതൊക്കെ മേലാണ്. നിങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങളെ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. ഇത് അൻവിക്കും കണ്ണനുള്ള ഹണിമൂൺ ടിക്കറ്റാ. ഇത് നിങ്ങൾക്ക് 3 കൂട്ടർക്കുള്ളത്. അച്ഛനൊരു അബദ്ധം സംഭവിച്ചു. അതിന്റെ പേരിൽ എന്റെ മക്കൾ കുറച്ച് കഷ്ടപ്പെടുകയും ചെയ്തു. ഇത് അതിന്റെ പ്രായശ്ചിത്തമായിട്ട് കണ്ടാൽ മതി. നിങ്ങളും ഇവരുടെ കൂടെ ഹണിമൂണൊക്കെ പോയിട്ട് അടിച്ചു പൊളിച്ചു പോകാം.